അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8.4 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തായിട്ട് വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള വീട്, നല്ലൊരു സൂപ്പർ വീട്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കാണേണ്ട കാഴ്ച കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ പഴക്കമൊന്നുമില്ല, വെറും 3-4 വർഷത്തെ പഴക്കം മാത്രമേ ഈ വീട്ടിനുള്ളൂ. അപ്പോൾ മുറ്റൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. ഇത് 2 പാർട്ടായിട്ടോ. തൊട്ടടുത്തുള്ള വീട് വേറെ ഉണ്ട്. അപ്പോൾ ഇൻ്റർലോക്ക് 2 കൂട്ടരും കൂടെ ഒരുമിച്ച് ചെയ്താണ്. ഇതാണ് ഇതിൻ്റെ അതിര് വരുന്നത്. ഈ ഹോളോ ബ്രിക്സ് വെച്ചിട്ടുള്ള ഇതാണ് അതിര് വരുന്നത്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ല ഭംഗിയുള്ള നല്ലൊരു വീട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, ഇതിന് എത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില, അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. വലിയ വില ഒന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കാലി സ്ഥലത്തിൻ്റെ വിലയൊക്കെ തന്നെ അതിനായിട്ടുള്ളൂ. വലിയൊരു വില ഒന്നും ഇവരിത് ഉദ്ദേശിക്കുന്നില്ല, വീടിന് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഓഫർ പ്രൈസ് തന്നെയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കൂടെ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഫ്രണ്ട് ഭാഗം ഇവിടെ കുറച്ചൊരു ഏരിയ ഉണ്ട്. മുറ്റിങ്ങനെ ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് മതിൽ കോമ്പൗണ്ട് വാൾ ഫ്രണ്ട് ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ. അതായത് തൊട്ടടുത്തൊക്കെ നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട്, അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, വീടുകൾ, കച്ചവട ബിൽഡിങ്ങുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 40-50 മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മെയിൻ സംസ്ഥാന പാത നമ്മൾക്കിങ്ങനെ കാണാം. ഒരു അങ്ങാടിൻ്റെ ഹൃദയഭാഗത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ പില്ലറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്ക്. ഇതിൻ്റെ എൻജിനീയറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഭാഗവും നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ലിവിങ് ഏരിയ ഇതുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ലിവിങ് ഏരിയ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫാൻസി ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് ചെയ്തിട്ടത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്, പ്ലെയിൻ ടൈലാണ്, മാർബോണേറ്റഡ് ടൈല്. 2 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിലൊക്കെ കർട്ടൻസൊക്കെ സീബ്ര ലൈൻ കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ ഒരു പോർഷനിൽ ലിവിങ് ഏരിയ, അതിൽ കോർണർ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ചുമരിലൊക്കെ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്ക് ഉണ്ട്. ഇസ്ലാമിക് കാലിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ നല്ല രീതിയിലൊരു ഷോ കേസ്, നല്ല ഗ്ലാസ്സുകൾ തട്ടുകളൊക്കെ ആയിട്ടുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോ കേസ്. ഹാളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഹാൻഡ് റെയിലുകളൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് വരുന്ന ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല ഡാർക്ക് തീം കളറിലുള്ള മാറ്റ് ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എടുത്ത് പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ, ഇതൊക്കെ നല്ല ഗ്രില്ലിലാണ്. ഇത് കർട്ടൻസാണ്. നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് എടുത്തിട്ടുള്ള വർക്കുകളൊക്കെ ഓരോ ഭാഗങ്ങളും നല്ല അടിപൊളി മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ്. നല്ല കാണാൻ നല്ല ഗുമ്മുണ്ട്, നല്ല ഷോ ഉണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ബോക്സ് ലുക്കിലുള്ളൊരു വാഷ് കൗണ്ടർ ഉണ്ട്. ബ്രിക്ക് ഡിസൈനിലുള്ള ടൈലൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകൾ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ചുമരിൽ ഈ ഭാഗത്തായിട്ട് നല്ലൊരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഈ ബെഡ്റൂമിൽ ബാത്റൂം. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ ഉണ്ട്. വാട്ടർ ഹീറ്റർ ഉണ്ട്. ഈ ഭാഗത്തായിട്ടൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. എവിടെയും ഒരു സ്ക്രാച്ചോ ഒരു വാട്ടർ ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നല്ല നീറ്റായിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്.
ഇതിൽ സാധാരണ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്, ഒറീസപ്പാനാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെലിഫോണിക് ഷവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അടിഭാഗത്ത് ഇവിടെ കണ്ടു, ഇവിടെ കബോർഡ് വർക്കുകളുണ്ട്. കിച്ചൺ സിങ്ക്, ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും ഒരുപാട് കബോർഡ് വർക്കുകളുണ്ട്. ഭാഗത്തായിട്ടൊരു ക്രോക്കറി ഷെൽഫുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെ കണ്ടോ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. ഹാളിൽ അതേ സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് കിച്ചണിലും ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം. ഇതാണ് വീടിൻ്റെ പുറം ഭാഗം. ഈ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള മതിൽ ഇതാണ് കേട്ടോ അതിൽ. അത് നമുക്ക് ചെറിയ വണ്ടികളൊക്കെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. ഒരു തെങ്ങുണ്ട്, നല്ല കായ്ഫലുള്ളൊരു തെങ്ങുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സ്രോതസ്സ് തൊട്ടടുത്ത് അവരുടെ തറവാടുള്ളത്. അപ്പം അവിടെ നിന്നാണ് ഇപ്പോൾ അവർ ഓൾറെഡി മോട്ടർ വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കുഴലടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിണർ കുഴിക്കാനുള്ള സംവിധാനമുണ്ട്. പിൻഭാഗത്തെ സ്ഥലമുണ്ട്. ഇനി ഫ്രണ്ടിലുമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് കിണർ ഒഴിക്കാം, അല്ലെങ്കിൽ കുഴൽ കിണർ അടിക്കാം. പൈപ്പ് ലൈൻ കണക്ഷൻ ഇവർക്ക് പാസ്സായിട്ടുണ്ട് ജലനിധിയുടെ, വാട്ടർ അതോറിറ്റിയുടെ. അപ്പോൾ ഇനി പൈപ്പ് ലൈൻ കണക്ഷൻ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നിലവിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആ വീട്ടിൽ നിന്ന്, ഇവരെ കസിൻ്റെ വീട്ടിൽ നിന്ന്, അവിടെ തന്നെയാണ് ഇവർ മോട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടോ, ചുറ്റുപാട് നിരവധി ക്വാർട്ടേഴ്സുകൾ, ബിൽഡിങ്ങുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസാണ് ഈ കാണുന്നത്. കണ്ട അപ്പം ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവും ഈ പ്രോപ്പർട്ടി എവിടെയാണ് നിൽക്കണമെന്നുള്ളത്. മുണ്ടുപറമ്പ് ബൈപ്പാസാണ് നിങ്ങളീ കാണുന്നത്. ഏത് നേരം തിരക്ക് പിടിച്ചിട്ടുള്ള മലപ്പുറം ടൗണിൽ മുണ്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ വീട് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അതിര് വരുന്നത്. ഇതുണ്ടാവും ഒരു ഇൻ്റർലോക്ക്, രണ്ട് ടീമും കൂടെ ഒരുമിച്ച് ചെയ്താണ് നമുക്ക് ഈ ഒരു ബ്രിക്ക് കാണുന്ന ഇവിടെയാണ് അതിര്. 8.4 സെൻറ്റ് സ്ഥലം. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് അവിടെ ഡ്രസ് വർക്ക് ചെയ്ത ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് മുകൾ ഭാഗത്തൊക്കെ 3-4 റൂമുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇതുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8.4 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ചോട വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സുന്ദരമായിട്ടുള്ള നല്ലൊരു അടിപൊളി വീട്. നല്ല സൗകര്യങ്ങളില്ല, നല്ലൊരു സൂപ്പർ വീട്. വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ ആ വീടിൻ്റെ ഓരോ റൂമുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾ പറയുന്നത് മുന്നേ ചെറിയ റിക്വസ്റ്റ് ഉള്ളത് എന്തോ ചോദിച്ചാൽ, ഈ വീടിനായിട്ടല്ല നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പല വീടുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളുണ്ട്, എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, ചില ആളുകളുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം മുണ്ടുപറമ്പിലാണ്. മുണ്ടുപറമ്പിൽ ഒരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് നിങ്ങൾ പോയി കണ്ട് അവിടെയൊക്കെ പോയിട്ട് ചോദിക്കുകയാണ് ഏതാണ് വീട്, അവിടെയൊക്കെ അന്വേഷിച്ച് ആകെ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് ഈ വീട് കണ്ടെത്തും. വീട് കണ്ടെത്തിയിട്ട് അവിടെ ബെല്ലടിക്കുകയാണ്, നിങ്ങൾ വീട് കൊടുക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ ഇതാവുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ താമസിക്കണ വീടുകളാണ്. അപ്പോൾ താമസിക്കണ വീടുകൾ ചില ആളുകൾക്ക് നിവൃത്തികേട് കൊണ്ടാണ് അവരവിടെ സ്വന്തം കിടപ്പാടം വെക്കുന്നത്. അപ്പോൾ അവർക്ക് താമസിക്കുന്ന വീടാകുമ്പോൾ അവരുടേതായിട്ടുള്ള സ്വൈര ജീവിതം ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ പോയിട്ട് അതൊന്നും ശല്യപ്പെടുത്തരുത്. പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും, അസുഖങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ആണുങ്ങളില്ലാത്ത വീടുകളുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ബെല്ലടിച്ച് നിങ്ങൾ ഈ വീട് കൊടുക്കാണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. നമ്മൾ വിളിക്കുന്നത് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ അവിടുത്തെ ആളെ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ, വീട് കാണാൻ പറ്റുമോ, അങ്ങനെയുള്ള സമയം ചോദിച്ചിട്ടാണ് നമ്മൾ നിങ്ങളൊരു കസ്റ്റമർ അങ്ങോട്ട് കൊണ്ടുപോയുള്ളൂ. നിങ്ങളൊക്കെ നേരിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ ഓരോ വീടുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഇനി ചില ആളുകളുണ്ട് ഇതൊക്കെ തപ്പിപ്പിടിച്ച് പോയിട്ട് ചിലപ്പം അവിടുന്ന് വീട് കണ്ടിട്ടുണ്ടാവില്ല. ചില വീടുകളൊക്കെ താമസിക്കാത്ത ചാവിയൊക്കെ നമ്മളെ കയ്യിൽ തരാം. അപ്പൊ അവിടുന്ന് വിളിക്കും, അവിടുന്ന് ലാസ്റ്റ് അവിടുന്ന് വിളിക്കും, ഞങ്ങളിവിടെ എത്തിയാണ്, ഇനിയിപ്പോൾ ഈ വീട് തുറന്ന് കാണാൻ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അവിടെ എത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് വിളിച്ച് പറയാണ്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ എത്തിക്കിട്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം വിളിക്കുക, വീട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. എല്ലാ പേപ്പേഴ്സ്, ഡോക്യുമെന്റ്സ് ഫുള്ളൊക്കെ നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ഫുള്ള് ഏറ്റെടുത്ത് നമ്മൾ ചെയ്തു തരും. അപ്പം നിങ്ങൾ അതിവളവ് കാട്ടിയിട്ട് ആരും പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ നോക്കുക, ഓരോ വീട്ടിൽ താമസിക്കുന്ന ഓരോ വീടുകളിലെ അവസ്ഥകൾ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ വിളിക്കാൻ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇത് വിളിച്ചു പോയാൽ മതി, നിങ്ങൾക്കൊന്നും ഒരു നഷ്ടമില്ല, നിങ്ങൾക്ക് അതുകൊണ്ടൊക്കെ ലാഭമേ ഉണ്ടാവുള്ളൂ. ലാഭം എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ കുടുങ്ങൂല, അത്രയും ഗ്യാരണ്ടി നമ്മൾ തരാം.
അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാലും മനസ്സിലാവും. നല്ല ഇതിലുള്ള ആൾക്കാർക്ക് നമ്മള് പറയുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇത് മോശമായിട്ട് എടുക്കും. ചില ആൾക്കാര് നല്ല ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിക്ക് നല്ല രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കണം. അപ്പൊ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ മുണ്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മുണ്ടുപറമ്പ് അങ്ങാടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോ ഉദ്ദേശിക്കുന്ന വില 52 ലക്ഷം രൂപയാണ്. അവിടെ ഒരു സെന്റ് സ്ഥലത്തിന് ഏകദേശം 6 ലക്ഷം 7 ലക്ഷം ഒക്കെ മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. മലപ്പുറം മുണ്ടുപറമ്പാട്ടോ. അപ്പൊ അത് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 8.5 സെന്റ് സ്ഥലം, 8.4 സെന്റ് സ്ഥലമുണ്ട്. 46-47 ലക്ഷം റുപ്യോളം കാലി സ്ഥലത്തിന് തന്നെ അവിടെ ഏകദേശം വില ആയി. അപ്പൊ നമ്മൾ മൊത്തം 52 ലക്ഷം റുപ്യ ചോദിക്കണം. അപ്പൊ വീടിനൊന്നും വലിയ വില ഒന്നും ആയിട്ടില്ല. അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നമ്മൾക്ക് അവിടെ വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറമാണ്. അപ്പൊ അത്യാവശ്യം നല്ല ഒരുപാട് ഓഫീസേഴ്സ് ഒക്കെ അവിടെ വാടക വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വാടക കിട്ടുന്നൊക്കെ ഒരു ഏരിയയാണ്. ഇനി താമസിക്കാൻ അതിലേറെ നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. തൊട്ടടുത്തൊക്കെ നിരവധി ബിൽഡിങ്ങുകളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്, അപ്പാർട്ട്മെന്റുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മലപ്പുറം ടൗണിലേക്ക് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. മെയിൻ സംസ്ഥാന പാതയിൽ നമുക്ക് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ. അത്യാവശ്യം സ്ഥലമുണ്ട്. നല്ല വൃത്തിയുള്ളൊരു വീടുണ്ട്. 4 വർഷത്തെ പഴക്കമുള്ള നല്ല വൃത്തിയുള്ളൊരു വീടുണ്ട്. 52 ലക്ഷം റുപ്യാണ് ഉദ്ദേശിക്കുന്ന വില. അപ്പൊ കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും വീടുകൾ പെട്ടെന്ന് വിൽക്കുവാനും വാങ്ങുവാനും ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. എന്നെ വിളിച്ചു പോവുക. എന്നെ വിളിച്ചിട്ട് അവിടെ പ്രായമായിട്ടുള്ള ആൾക്കാരുള്ളത്. അപ്പൊ പെട്ടെന്ന് വണ്ടി പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. തീർച്ചയായിട്ടും നല്ല രീതിയിലാവട്ടെ. നിങ്ങളൊരു സ്വപ്ന വീട് വാങ്ങുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പൊ അതുകൊണ്ടേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു മെച്ചം കിട്ടുള്ളൂ. അല്ല വളഞ്ഞ വഴി കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഫെയിലിയർ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ആവുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.